ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അയല മീൻ വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നും അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു പാറ്റേണിലുള്ള പാക്കിങ്ങിലാണ് നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും മീനൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. പച്ച തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ മീൻ വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഇനി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലതായിട്ട് കളർ മാറുന്ന രീതിയിൽ വറുത്തെടുക്കണേ. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വേണം വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ച തേങ്ങയാണ് അരയ്ക്കുന്നത്. ഇനി തേങ്ങ വറുത്തരച്ച് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ ആദ്യം തേങ്ങ വറുത്തതിന് ശേഷം മല്ലിയും മുളകും ഇട്ട് വറക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു 4-5 ഉള്ളി, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ജാറ് കഴുകിയെടുത്ത ആ വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വാളംപുളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിണംപുളി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. കലക്കി വെച്ച കറിയിലേക്ക് ഇട്ട് കൊടുത്തു. കറി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ച് നന്നായിട്ട് മീൻ വേവിച്ചെടുക്കാം. കറി തിളച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ കീറിയിട്ട തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.